കൗള കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. ഒരുപാട് റൗണ്ട്സിലൂടെ നമ്മളുടെ മത്സരാർത്ഥികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പല പല വിഭവങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സർപ്രൈസ് റൗണ്ട്സ് ഉണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും തയ്യാറാക്കുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഒരു പക്ഷേ പല പ്രേക്ഷകർക്കും അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന വിഭവങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ നിലവിലുണ്ടാവില്ല. ഒരു കടയിൽ പോയി നമുക്ക് വാങ്ങാനൊക്കില്ല. ഒരു പക്ഷേ വീടുകളിൽ പോലും അത് തയ്യാറാക്കുന്നുണ്ടാകില്ല. അതിനെന്താ പറയുക, മൺമറിഞ്ഞു പോയ ചില വിഭവങ്ങൾ എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിടാം, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസ്. മുത്തശ്ശികളുടെ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന മുത്തശ്ശി വിഭവങ്ങൾ. എങ്ങനെയുണ്ടാവും അത്തരം വിഭവങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചാൽ? ഒരു പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള തലമുറയ്ക്കോ പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാത്ത ചില വിഭവങ്ങളായിരിക്കും. അത് ഇനിയുള്ള തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയൊരു രൂപം നമ്മൾക്ക് കഴിച്ചു നോക്കിയും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയൊക്കെ മനസ്സിലാക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് ഇനി കൊടുക്കാൻ പോകുന്ന റൗണ്ട് ഒരു എന്താ പറയുക, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി ആയിരിക്കും. എന്തായാലും അവരോട് നമ്മൾ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് റിസർച്ച് വർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഗവേഷണമൊക്കെ നടത്തി കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവരെത്രത്തോളം അത് നന്നായിട്ട് ഗവേഷണം ചെയ്തിട്ടുണ്ട്, അവർ ഏത് രീതിയിലുള്ള വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ശരിക്കും ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി തന്നെ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റൗണ്ടിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഈ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി റൗണ്ട് കാണുക, ആസ്വദിക്കുക. കൗള കിച്ചൺ മാജിക് സീസൺ 3. അങ്ങനെ പാർട്ടി റൗണ്ടൊക്കെ കഴിഞ്ഞാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച്, പക്ഷേ ഈക്വൽ മാർക്സ് ഒക്കെ മേടിച്ചു, ഓർമ്മയില്ലേ? കുട്ടികളൊക്കെ വോട്ട് ചെയ്ത് എല്ലാവരും ജയിപ്പിച്ചു. ജഡ്ജ് ചെയ്ത് തീരുമാനിച്ചാണ് ആരൊക്കെയാണ് വിന്നേഴ്സ്. എല്ലാം രണ്ട് ഗ്രൂപ്പും, റെഡും ബ്ലൂവും അല്ലേ? അപ്പോൾ പുതിയൊരു ഊർജവുമായി എത്തിയിരിക്കുകയാണ് ഇനി ഫ്രഷ് റൗണ്ട്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന റൗണ്ടാണ്. ഇതൊരു സസ്പെൻസ് റൗണ്ടൊന്നും അല്ല. നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ. എന്തായിരുന്നു? മൺമറഞ്ഞ വിഭവങ്ങൾ. അതായത് ആർക്കും ഇപ്പോൾ കിട്ടാത്ത, ആരും കാണാത്ത, പണ്ടത്തെ ആൾക്കാർ സ്ഥിരമായി ഉണ്ടാക്കിയിരുന്ന മുത്തശ്ശിമാരെല്ലാം പറഞ്ഞു തരേണ്ട വിഭവങ്ങൾ. അതാണ് പുതിയൊരു ഐറ്റമാണ്. നമ്മൾക്കും പ്രേക്ഷകർക്കും ഒരു പക്ഷേ നിങ്ങൾക്കും, നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഇതിനു വേണ്ടി പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ റിസർച്ച് വർക്ക് എല്ലാം ചെയ്ത് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും തലയെല്ലാം വലുതായിട്ടുണ്ടോ റിസർച്ച് ഒക്കെ ചെയ്തിട്ട്? ബുദ്ധിയൊക്കെ വന്നിട്ട് ഇങ്ങനെ പുതിയ ഇപ്പം കുറച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. എനിവേ, ഇതെനിക്ക് തോന്നുന്നു നമുക്ക് നല്ല പുതുമയുണ്ടാവും. പ്രേക്ഷകർക്കും കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു റൗണ്ടായിരിക്കും. ലോസ്റ്റ് റെസിപ്പീസിനെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു അറിവാണ് അല്ലേ? മറന്നു അത് റെക്കോർഡ് ചെയ്യുക എന്നാണ്. അത് എഴുതി വയ്ക്കുക, മറക്കാണ്ടിരിക്കാൻ, അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മുത്തശ്ശിമാരും എല്ലാം ഇവിടെ തന്നെയുള്ള ആൾക്കാരായിരുന്നല്ലോ, പഴയ ജനറേഷൻസ് ഒക്കെ. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും മറന്നിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, പ്രേക്ഷകർ പോലും കാണാത്ത കുറേ ഐറ്റംസ്, കുറേ റെസിപ്പീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം എന്ന് പറഞ്ഞാൽ പരിശ്രമം. ഓക്കെ, വിൽ സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ട് ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഓ, സന്തോഷം. ഇത്രയും റൗണ്ട്സ് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. ഇങ്ങനെ തന്നെ തുടർന്നോട്ടെ. എല്ലാം നേരത്തെ പറഞ്ഞു തരിക അല്ലേ? ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം. ഇനി അടുത്ത ഗ്രാൻഡ് ഫാദേഴ്സ് റെസിപ്പീസ് അല്ലേ? സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് 1/2 hour സമയമാണ് നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞാലും ഒരു 10-15 മിനിറ്റ് എക്സ്റ്റെൻഡഡ് ടൈം ചിലപ്പോൾ തന്നുവന്നിരിക്കും. എന്ത് കാര്യമാണെങ്കിലും ടോട്ടൽ ഓഫ് 1 hour ടോട്ടൽ ടൈം. അതിനെക്കാട്ടിലും എക്സീഡ് ചെയ്യരുത്. ഓക്കെ, ശരി. പിന്നെ എത്ര നമ്പർ ഓഫ് ഡിഷസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ സമയത്തിനുള്ളിൽ തീർക്കുക. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം. റെസിപ്പീസ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.